പ്രവാചക സ്നേഹത്തിന് അതിൻ്റെ രീതി പ്രവാചകന് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് ഞാൻ പ്രവാചകന്റെ ആളാന്ന് പറയുമ്പോൾ അതിൻ്റെ അസുരം എന്താ വരേണ്ടത്? ഇപ്പം മുനാഫിക് ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളാണ്, നസ്വാറാക്കൾ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളാണ്, മുശ്രിക്കീങ്ങളും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളാണ്. എല്ലാവരും സ്നേഹം വാദിച്ചു. വാദം കൊണ്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് ആയത്തിറക്കി, എന്താ? മാകാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസ്റാനിയ്യാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയല്ല, മുശ്രിക്കുമല്ല, നല്ല മുസ്ലിമായിരുന്നു. അപ്പം നിങ്ങളുടെ വാദത്തിന് സ്ഥാനമല്ല. ഇനി നിങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണെന്ന് പറയണമെങ്കിൽ ആർക്കാ വകുപ്പുള്ളത്? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു. ഇബ്രാഹിമിന്റെ ആളെന്ന് പറയണമെങ്കിലും ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർക്കാണ്. അപ്പൊ പിൻപറ്റലാണ് മഹബത്തിന്റെ അസല്. സ്നേഹം അത് അനുസരണമാണ്. ഒരാൾ പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹ് പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹുടെ സ്നേഹമാണ്. വാപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കുക, വാപ്പയോട് ഉമ്മയോട് സ്നേഹമാണ്. വാപ്പ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ചെറുക്കം ഇടത്തോട്ടേ പോകുള്ളൂ, എനിക്ക് വാപ്പാട് ഭയങ്കര സ്നേഹമെന്നും പറയും. വാപ്പ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലത്തോട്ടേ പോകുള്ളൂ, എന്നിട്ട് പറയും എനിക്ക് എൻ്റെ വാപ്പാട് ഭയങ്കര സ്നേഹമാണ്. ഇല്ല, അത് സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. ഇപ്പം ഭർത്താവ് പറയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹ, അതിൻ്റെ പറഞ്ഞാലൊന്നും കേൾക്കൂല, എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഒക്കെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. അന്തള്ളോ പറയോ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്? നേരെ തിരിച്ചും ഭാര്യ പറയാം എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കൊടുന്നു വരില്ല. അങ്ങനെ സ്നേഹമുണ്ടോ? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണം, പിൻപറ്റലും. അങ്ങനെ ഒന്ന് ചിന്തിക്കും സഹോദരങ്ങളെ. പൈസ ഇല്ലാത്ത സ്നേഹമുണ്ട്, ഒരു ഉസ്താദിന്റെ ആവശ്യമില്ലാത്ത സ്നേഹമുണ്ട്. അതിന് റബീഉൽ അവ്വൽ 12 വരേണ്ട ആവശ്യമില്ല, അത് കൊല്ലം തികയേണ്ട ആവശ്യമില്ല. രാവിലെ കിടപ്പറയെന്ന് എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ ചൊല്ലിക്കോ, സ്നേഹമാണ്. പുറപ്പെടുകയാണ് പള്ളിയിലേക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിക്കോ, സ്നേഹമാണ്. اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا وعن يميني نورا. അങ്ങനെ സുദീർഘമായ പ്രാർത്ഥന സ്നേഹമാണ്. റബീഉൽ അവ്വൽ 12 വന്നിട്ടല്ല, 365 ദിവസവും സ്നേഹിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവർ പറഞ്ഞ സ്നേഹം എന്താ? അത് അവർക്ക് ചില സംഗതികളൊക്കെ ഒപ്പിക്കാനുള്ള സ്നേഹമാണ്. അതിലൂടെ നടക്കുന്നത് ബിദ്അത്താണ്, പേര് സുന്നത്തിയമാത്താണ്. അതിലൂടെ നടക്കുന്നത് ശിർക്കാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചലനങ്ങളിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുക. അങ്ങനെ സ്നേഹിച്ചവരാണ് സ്വഹാബികൾ. രാവിലെ കുറേ ദിക്റുകളുണ്ട്, കുറേ ദുആകളുണ്ട്, 23ഓളം ദുആ ചൊല്ലാനുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി 100 തവണ ചൊല്ലാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 തവണ ചൊല്ലാനുണ്ട്. അദ്കാറു സ്വബാഹ് അതേപോലെ വൈകുന്നേരമുണ്ട്. പ്രവാചക സ്നേഹമായി. അതിന് കൊല്ലം തികയണ്ട, പൈസക്ക് ചിലവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാം, ദൂരയാത്ര പോകുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അജ്ഹല ഔ യുജ്ഹല അലൈ ഔ യുഅദ്ലിമ ഔ യുദ്ലമ അലൈ. പ്രാർത്ഥനകൾ ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കും, എന്നിട്ട് സ്വന്തം റസൂലിനെ സ്നേഹിക്കാൻ നോക്കി. ഇതൊക്കെ നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ടത് പഠിച്ചിട്ടുമില്ല, ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ടുമില്ല. എല്ലായിടത്തും അന്ധവിശ്വാസങ്ങൾക്ക് വകുപ്പ് എന്തുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ദൂരയാത്ര പോകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാ. ബസ്സിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ നമ്മൾ ചൊല്ലണം. വൈകുന്നേരമായ ദിക്റുകളുണ്ട്. എന്തിനേറെ രാത്രി അവസാനം നമ്മൾ കിടപ്പറയിലെത്തുമ്പോൾ ഇദാ അഖദത മദ്ജഅക ഫതവല്ല വുദൂഅക ലിസ്വലാത്ത്, നീ നിന്റെ കിടപ്പറയിലേക്ക് ചൊല്ലുമ്പോൾ നമസ്കാരത്തിനെന്ന പോലെ വുദൂ എടുക്ക്. പഠിപ്പിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാ സുന്നത്ത് റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ നീ അവിടെ പോയിരുന്നിട്ട് കയ്യിലേക്കൊക്കെ ഊതി സൂറത്തുൻ നാസും ഇഖ്ലാസും ഫലക്കൊക്കെ ഓതി ശരീരം തടവി 3 തവണ ചെയ്ത് പിന്നെ ആയത്തിനെ കുറിച്ചൊക്കെ പാരായണം ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 ചൊല്ലി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഒക്കെ ചൊല്ലിയിട്ട് സുമ്മദ്തജി അലാ ശിഖ്ഖികൽ ഐമൻ, വലത്തോട്ട് ചെരിഞ്ഞു കിടക്ക്, വലത് കൈപ്പത്തി നിന്റെ കവിളിനടിയിൽ വെക്ക്,
ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വനബിയിക അല്ലദീ അർസൽത. എത്ര നല്ല ദിവസമായി രാവിലെ മുതൽ കിടക്കോളം ദുആ, കിടക്കോളം ദിക്ർ. അതിൽ ഹദീസ് ഇല്ലാത്തതില്ല, ബിദ്അത്തില്ല, അന്ധവിശ്വാസമില്ല, പൈസക്ക് ചിലവില്ല, ബുദ്ധിമുട്ടണ്ട, ഒന്നുമില്ല. ആരുടെ നേതൃത്വത്തിൻ്റെ ആവശ്യമില്ല, ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. കണ്ടോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വളരെ ലളിതാണ്. പക്ഷേ നമ്മുടെ അറിവില്ലായ്മ മറ്റുമുള്ള ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാൻ കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനും ഹദീസും പഠിക്കണം എന്ന് പറഞ്ഞത്. അതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നല്ല ബിദ്അത്ത്, പുതിയ ബിദ്അത്ത്, അങ്ങനെ എന്താ കുഴപ്പം, ഇങ്ങനെ എന്താ കുഴപ്പം, റസൂല് ജനിച്ച മണ്ണിന് മഹത്വം ഉണ്ടെന്ന് ഹദീസ് പറഞ്ഞിട്ടില്ലേ? ആ മുപ്പരിവിടെ പറഞ്ഞ തെളിവാണ്. എന്താ? ബിസ്മില്ലാ തുർബത്തു അർദിനാ വരീഖത്തു ബഅദിനാ യുശ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിന ഉണ്ട്, ഹദീസിലുണ്ട്. അത് നബിദിന് എത്ര തെളിവാണ് ആരാ പറഞ്ഞത്? ഈ ഹദീസ് സ്വഹാബികൾ കണ്ടിട്ടില്ലേ? കയ്യിലോ കാലിലോ മുറിവ് വരുമ്പോൾ ഉമിനീര് പുരട്ടിയിട്ട് ആ മണ്ണിൽ വെച്ചിട്ട്, ആ മുറിമ വെച്ചിട്ട് ചൊല്ലിക്കോ ബിസ്മില്ലാ തുർബത്തു അർദിനാ വബരീഖത്തി ബഅദിനാ യുശ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിന, ഒരു റുഖിയായി പഠിപ്പിച്ചു തന്നതാണ്. അപ്പം നമ്മുടെ മണ്ണ് അവിടെ അല്ലേ? അപ്പം മദീനത്തെ മണ്ണിനെ കുറിച്ചാണ്. അപ്പം അന്നപ്പോൾ ഇവിടുത്തെ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് നബിദിനത്തിൽ തെളിവാക്കി. ആര് പറഞ്ഞു? ഏത് ഇമാം അത് പഠിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയാ. എല്ലാ മുൻഗാമികളായ ആളുകളും മദ്ഹബിനെ അംഗീകരിച്ചവരായിരുന്നു. നാലാലൊരു മദ്ഹബിനെ അംഗീകരിച്ചേ പറ്റൂ. നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കാത്തവൻ പഴച്ചവനാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് സ്വീകരിച്ച ആളായിരുന്നു ഇബ്നു തൈമിയയും അബ്ദുൽ വഹാബ്. ഇവരെ നേതാക്കന്മാരൊക്കെ മദ്ഹബുള്ളവരായിരുന്നു. ഇത് കേട്ടാ തോന്നുന്നു നമ്മളിവിടെ മദ്ഹബും വേണ്ട, മദ്ഹബിന്റെ ഇൽമും വേണ്ട, ഇമാമുമാരൊക്കെ ചീത്ത പറഞ്ഞ പോലെ അങ്ങനെ ആക്കി തീർക്കാനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. നമ്മൾ ആരും മദ്ഹബിന് ചീത്ത പറയുന്നില്ല. മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ ഉണ്ടായിക്കോട്ടെ, അവരൊക്കെ ഇവിടെ ഇൽമ് കൊണ്ടുവന്നവരും ഇൽമ് പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ്. ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ അടുത്തേക്ക് എത്താൻ ഇന്നത്തെ ഒരാൾക്കും കഴിയില്ല. ആ ഇൽമിനെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ എല്ലാ മദ്ഹബിനെ അംഗീകരിക്കുന്നു. ഒരു മദ്ഹബിന്റെ ഇമാമിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഇൽമുകളാണ്. പക്ഷെ എല്ലാവരോടും മനസ്സിലാക്കുന്ന രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെയും ശേഷികളിൽ വ്യത്യാസമുണ്ടാകും. ഓരോരുത്തരുടെയും ഇജ്തിഹാദിന്റെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ആ ഏറ്റക്കുറച്ചിലുകളിൽ അവരിൽ വന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ ഒരു അന്ധമായ അനുകരണം നിങ്ങൾ ചെയ്യണ്ടെന്ന് അവരും പറഞ്ഞു.